വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് PR സലില അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. 49.84 കോടി രൂപ വരവും 49.37 കോടി രൂപ ചിലവും 49.96 ലക്ഷം രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. സ്വകാര്യ പങ്കാളിത്തത്തോടെ വൈക്കത്തൊരു വ്യവസായ പാർക്ക് ആരംഭിക്കുവാനും അതിലൂടെ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ബജറ്റ് അവതരണത്തിൽ പ്രഖ്യാപിച്ചു. ഇലക്ട്രീഷ്യന്മാർ, പ്ലംബർമാർ, മേസ്തിരിമാർ തുടങ്ങിയവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അവരുടെ സേവനം ആവശ്യക്കാർക്ക് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ ലേബർ ബാങ്ക് എന്ന പദ്ധതി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കും. ഭവന പദ്ധതികൾ, കാർഷിക ആരോഗ്യ മേഖല, ഉൽപ്പാദന മേഖല, സേവന മേഖല എന്നിവയ്ക്കും ബജറ്റിൽ ഊന്നൽ നൽകിയിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായുള്ള പദ്ധതികൾ, വയോജന പ്രവർത്തനങ്ങൾ, വനിതാ മേഖല, ശിശുക്ഷേമം എന്നിവയ്ക്കുമുള്ള തുക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. നവകേരളത്തിൻ നവശില്പികളായി മാറാം, നമുക്കണിചേർന്നു പടുത്തുയർത്താം നവകേരളത്തെ. ചരിത്ര സംസ്കാരമുറങ്ങും മണ്ണിനെ മികച്ചതായി മാറ്റാൻ ഒരു മനസ്സോടെ മുന്നേറാം, ഒരു മനസ്സോടെ മുന്നേറാം, ഒരു മനസ്സോടെ മുന്നേറാം. നവകേരളം സൃഷ്ടിക്കുക എന്ന ബൃഹത്തായ ലക്ഷ്യം മുൻനിർത്തി സംസ്ഥാന ഗവൺമെൻറ് വിവിധങ്ങളായ വികസന പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. പ്രാദേശിക സർക്കാർ എന്ന നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുവാൻ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിജീവനത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും പാതയിലൂടെ ബഹുദൂരം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കേരളം വളർച്ചയുടെയും അഭിവൃദ്ധിയുടെയും നാൾവഴിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ് സ്ഥിതിവിവരക്കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്ത് പുതിയ കേരളം സൃഷ്ടിക്കുന്നതിനുള്ള ഉറച്ച കാൽവയ്പോടെ 2024-2025 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് സംസ്ഥാന സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് കേരള പഞ്ചായത്ത് രാജ് നിയമം ചട്ടം 214 അനുശാസിക്കുന്ന പ്രകാരവും സർക്കാർ പുറപ്പെടുവിക്കുന്ന മാർഗരേഖ പാലിച്ചുകൊണ്ടും ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ബജറ്റ് അവതരിപ്പിക്കേണ്ടതുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ MK റാണിമോൾ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ വീണ അജി, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KS ഗോപിനാഥൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ OM ഉദയപ്പൻ, S മനോജ് കുമാർ, S ബിജു, ജസീല നവാസ്, സുലോചന പ്രഭാകരൻ, രേഷ്മ പ്രവീൺ, സുജാത മധു, MK ശ്രീമോൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PK ആനന്ദവല്ലി, KR ശൈലകുമാർ, ശ്രീജി ഷാജി, ജോയിന്റ് BDO K ശ്രീകല തുടങ്ങിയവർ പങ്കെടുത്തു.